അപ്പോൾ SCS മലയാളം ചാനലിലേക്ക് സജി റീസി സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പകർച്ചവ്യാധിയൊക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഒരു മാസ്ക് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിന് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി നെറ്റ് വേണം, പിന്നെ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയൽ വേണം, പിന്നെ ഔട്ടറിലും സെയിം തന്നെ ക്വാളിറ്റിയുള്ള തന്നെ കോട്ടൺ തന്നെ വേണം. അപ്പോൾ ഈ 3 സാധനം, ഈ നെറ്റ് മസ്റ്റാണ്, പിന്നെ ഇലാസ്റ്റിക്, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്കത് 2 പാറ്റേൺ കാണിക്കുന്നുണ്ട്, ഒന്ന് വലിയ ആൾക്കാർക്കും ഒന്ന്. അപ്പോൾ ഇത് വലിയ ആൾക്കാർക്കുള്ളതാണ്. അപ്പോൾ അത് നോക്കാം. ഇതൊന്ന് ഇങ്ങനെ നമ്മൾ ഷേപ്പ് വരച്ചെടുക്കാം. ഇവിടെ നിന്ന് 2.5 ഇഞ്ച് ലെങ്ത് 5.5 ഇഞ്ച് അപ്പോൾ ഇവിടെ നിന്ന് 5.5 ഇഞ്ച് ലെങ്ത്. ഇത് വലിയ ആൾക്കാർക്കുള്ള സൈസാണ്. ഇവിടെ നിന്നൊരു 1.25 ഇത്ര മതിയാവും. 1.25 ഇത് കറക്റ്റായിരിക്കും. ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് വെട്ടിയെടുക്കുക. ഇത് വലിയ ആൾക്കാർക്കുള്ളതാണ്. പാറ്റേൺ ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയ ആൾക്കാർക്കുള്ളതാണ്. 5.5 ഇഞ്ച് ലെങ്ത്തിലെടുത്തിരിക്കുന്നത്. ഇനി ചെറിയ കുട്ടികൾക്കുള്ളത് ഒരു 1.25 ഹൈറ്റ് പറഞ്ഞ രീതിയിൽ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് എടുക്കാം. ഷേപ്പ് എടുത്ത് നിർത്തിയിട്ട് ഇവിടെ നിന്ന് 1.25 വെക്കുക. ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ലെങ്ത് എടുക്കുക. ഇവിടെ ഒരു 1 ഇഞ്ച് അത് മതിയാവും. ഇത് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള പാറ്റേൺ ആയി. അപ്പോൾ നമുക്ക് ഇത് കുഞ്ഞുങ്ങൾക്കുള്ളതും ഇത് വലിയ ആൾക്കുള്ളതുമാണ്. അപ്പോൾ നമ്മളിത് ക്രോസിൽ തന്നെ വെക്കണം. ക്രോസിൽ വെച്ചിട്ട് ഇതൊന്ന് ഔട്ട് സൈഡിൽ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. കാണിക്കാം. ഇതുപോലെ ക്രോസിൽ വെക്കുക, നല്ല ഫുൾ ക്രോസിൽ വെക്കുക. അപ്പോൾ ഇതുപോലെ ഇത് വെച്ചിങ്ങനെ ഒരു 1/4 ഇഞ്ച് ഔട്ടർ വിട്ട് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പുറത്ത് പറഞ്ഞാണ്. ഇത് ഉള്ളിലേക്ക് വെക്കുക. ഇതിലും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക, സെയിം ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഉള്ളിൽ വരുന്ന പീസും ഇത് ഔട്ടറിൽ വരുന്ന പീസുമാണ്. അപ്പോൾ ഉള്ളിൽ വരുന്ന പീസിൽ സെൻട്രലായിട്ട് നമുക്ക് നെറ്റ് വരണം. അപ്പോൾ നെറ്റ് ഇതുപോലെ വെച്ചൊന്ന് തയ്ച്ചെടുക്കുക. നെറ്റൊന്ന് കറക്കി ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. പതുക്കെ അടിച്ചാൽ മതി. ഈ വെള്ളയുടെ 2 പീസിലും അടിച്ചെടുക്കുക. വെള്ള പീസാണ് ഉള്ളിൽ വരണം, അതിൽ അടിച്ചെടുക്കുക. ഇത് സാധാരണ നെറ്റൊന്നുമില്ല, അത് ഹൈ ക്വാളിറ്റി നെറ്റാണ്. നല്ല വിലയുള്ളതാണ്. 1/2 മീറ്ററിന് ഏതാണ്ട് 90 രൂപയാണ് വില. അപ്പോൾ അത് നോക്കി വാങ്ങിക്കുക. ഷോപ്പുകളിലൊക്കെ കിട്ടും. നമ്മുടെ തുണി വാങ്ങിക്കുന്ന ഷോപ്പിൽ തന്നെ കിട്ടുന്ന ഒരു നെറ്റാണിത്. എന്നിട്ട് ഔട്ട് സൈഡ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയുക. ഇത് രണ്ടും ഇങ്ങനെ വയ്ക്കുക. അതായത് നല്ല വശം ചേർത്ത് വെക്കുക. നെറ്റ് ഉള്ളിൽ പോകുന്ന രീതിയിൽ. എന്നിട്ട് ഈ സൈഡിൽ കൂടി ഒന്ന് തയ്ച്ചെടുക്കുക. അതൊക്കെ തയ്ച്ചാൽ മതി. ആ കർവ് ഷേപ്പിന് കറക്റ്റായിട്ട് പിടിച്ച് തയ്ച്ചെടുക്കുക.
നെറ്റുള്ള വശം ഇത് നല്ല വശം ഇങ്ങനെ മറിച്ചെടുക്കുക. മറിച്ചെടുത്തിട്ട് ഇപ്പം നമ്മൾ തയ്ച്ച സ്റ്റിച്ച് ഒന്ന് പതിച്ചടിക്കണം. ഒന്ന് കറക്റ്റായിട്ട് അതായത് സൂക്ഷിച്ച് ചെയ്യണത് കറക്റ്റായിട്ട് പതിച്ച് അടിച്ചു കൊടുക്കണം. കറക്റ്റായിട്ട് പിടിച്ച് പതിച്ചടിച്ചു കൊടുക്കണം. ഫുള്ളടിച്ചെടുക്കുക. ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ കിട്ടും, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ മറ്റേ പീസ് ചെയ്യണം. അതിൽ നെറ്റ് വെക്കണ്ട, സാധാരണ തയ്ച്ചെടുത്താൽ മതി. വെളിയിൽ വരുന്ന പീസ് ഇതുപോലെ വെച്ച് ജോയിൻ ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കറക്റ്റ് സൈഡൊക്കെ വെച്ച് 4 ഇഞ്ചിൽ ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ്. ഇപ്പോൾ കൊറോണയുടെ പ്രശ്നമൊക്കെ ഉള്ള കാരണം നമുക്ക് വീട്ടിലൊക്കെ തയ്യൽ മെഷീൻ ഉള്ളവർക്കൊക്കെ തന്നെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തേക്കുക. തയ്യൽ മെഷീൻ ഉള്ളവർക്കൊക്കെ തന്നെ ഇതുപോലെ തയ്ച്ച് ഉപയോഗിക്കാമെന്നുള്ളതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആ ഉള്ളിൽ വയ്ക്കുന്ന നെറ്റാണ്. അത് നിങ്ങൾ നല്ലത് തന്നെ മേടിക്കണം. പിന്നെ ഇതിൻ്റെ തുണിയെല്ലാം നല്ലത് തന്നെ ഉപയോഗിക്കുകയും വേണം. ഇതെടുക്കുക. ഇതെടുത്തിട്ട് കറക്റ്റ് പതിച്ചൊരടി അടിക്കുക. കറക്റ്റായിട്ട് പതിച്ചൊരടി അടിച്ചു കൊടുക്കുക. ഈ പതിച്ചടിക്കുന്നത് നല്ല പെർഫെക്റ്റായിട്ട് അടിക്കണം. നമ്മളിപ്പോൾ അടിച്ചെടുത്ത പോലെ കറക്റ്റായിട്ട് പതിച്ചടിച്ചെടുക്കുക. അടിച്ചെടുക്കുക. ഇനി ഇതൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് നല്ല വശം ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് ഈ സെൻറ്ററിൽ നിന്ന് തുടങ്ങുക. സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് തയ്ച്ച് പോരുക. നിങ്ങളിത് സെൻറ്ററിൽ നിന്ന് തന്നെ തയ്ച്ചെടുക്കണം. സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും തയ്ച്ചെടുക്കുക. അത് മസ്റ്റാണ്. എങ്കിൽ ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇതുപോലെ തിരിച്ച് ഈ സൈഡ് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. കറക്റ്റായിട്ട് ആ ഷേപ്പ് വെച്ച് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. ഈ സൈഡ് തയ്ക്കണ്ട, ഇപ്പം മറിച്ചെടുക്കാനുള്ള. അപ്പോൾ ഇതേപോലെ ഈ സൈഡും തയ്ച്ചെടുക്കുക. 2 സൈഡും തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊന്ന് മറച്ചെടുക്കുക. അപ്പോൾ നെറ്റിൻ്റെ ഭാഗം ഇവിടെ മേളിൽ പറഞ്ഞ രീതിയിലാണ് വയ്ക്കുക. എങ്കിലേ ഇത് ഉള്ളിലേക്ക് പോവുകയുള്ളൂ. ഇനി ഇത് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ സാധനം കിട്ടും. ഇതിങ്ങനെ മറിച്ചെടുക്കുക. രണ്ട് കളറിൽ വച്ചിരിക്കുന്നത് നമ്മൾ ഉള്ളിലേക്ക് വയ്ക്കുന്ന ഇത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞു. ഇനി ഈ എഡ്ജൊന്ന് അടിച്ചെടുക്കുക. എഡ്ജൊന്ന് പതിച്ചടിച്ചെടുക്കുക. അപ്പോൾ ഈ സൈഡൊന്ന് നമ്മൾ ഇങ്ങനെ പതിച്ച് അടിച്ചെടുക്കണം ഫുള്ള്. ഒരു സൈഡ് ഞാൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ പതിച്ചടിക്കുമല്ലോ, അതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അവിടെ കുഞ്ഞുങ്ങൾ ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കുക ഫുള്ള്. ഇതുപോലെ 2 ഇലാസ്റ്റിക് എടുക്കുക. ഇലാസ്റ്റിക് എടുത്തിട്ട് ഇതിങ്ങനെ മടക്കുക. വേണമെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് മടക്കുക. ഇങ്ങനെ ഒരു സൈഡ് വെച്ചിട്ട് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഒരു മടക്കൂടി മടക്കുക. 2 മടക്ക് മടക്കണം. മടക്കിയിട്ടൊന്ന് തയ്ച്ചെടുക്കുക. പതുക്കെ ഇതിനെടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇതിനെയും കൂടെ വെച്ച് പതുക്കെ ഇതിനെടുത്ത് ഉള്ളി വയ്ക്കുക. ഇതുപോലെ ഉള്ളി വയ്ക്കുക. ഇങ്ങനെ പിടിക്കുക. ഒന്ന് മടക്കി പിടിച്ച് കഴിഞ്ഞാൽ ഒരു മടക്കൂടെ മടക്കി പിടിച്ച് കഴിഞ്ഞാൽ സംഭവം ഇത് നേരെ തയ്ച്ചെടുക്കുക. കറക്കി ഒന്ന് അടിച്ചൊന്ന് സ്ട്രോങ് ആക്കി കൊടുക്കുക.
ഈ ഇലാസ്റ്റിക് ഊരി പോകാത്ത രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് സ്ട്രോങ് ആയി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇത് തയ്ച്ച് കഴിഞ്ഞ് 2 സൈഡ് ഇലാസ്റ്റിക് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് സുഹൃത്തുക്കൾക്കൊക്കെ, അപ്പോൾ അയൽവാസികൾക്കൊക്കെ, തയ്യൽ മെഷീനൊക്കെ ഉള്ളവരൊക്കെ തയ്ച്ച് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.